കൈലാസത്തിലെ അതിശയകരമായ കാട്ടിൽ മരം തിളങ്ങുകയും നദികൾ മംഗളഗീതം ആലപിക്കുകയും ചെയ്യുമ്പോൾ ഒരു വലിയ ദുരന്തം സംഭവിക്കുന്നു. കാട് കുലുങ്ങുന്നു, നദികൾ കരകവിഞ്ഞൊഴുകുന്നു, ആകാശം ഇരുണ്ടുപോകുന്നു. മൃഗങ്ങൾ ഭയന്ന് ഓടുന്നു, കാറ്റ് ഭീകരമായി കൂവി വീശുന്നു. പവിത്രമായ കൈലാസ് പർവ്വതത്തിൽ ധ്യാനമേറിയിരുന്ന ഭഗവാൻ ശിവൻ അപ്രത്യക്ഷമായി കണ്ണു തുറക്കുന്നു. എന്തോ തെറ്റായി. ഡംറു, അതായത് ശബ്ദത്തിന്റെ താളം കൊണ്ടു സൃഷ്ടിയെ സംരക്ഷിക്കുന്ന ശിവന്റെ ദിവ്യവാദ്യം നഷ്ടമായി. മൂല്യബോധമില്ലാത്ത ദുണ്ടുഭി എന്ന അസുരൻ ഡംറു കവർന്നു. ഒരു ഇരുണ്ട ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന ദുണ്ടുഭി അതിൽ താളമിടുന്നതുകൊണ്ട് തന്നെ ലോകമെമ്പാടും പ്രളയവും അശാന്തിയും പരക്കും. ലോകത്തെ രക്ഷിക്കാൻ കാർത്തികേയനും നന്ദിയും ഒരു അത്ഭുതകരമായ യാത്രയ്ക്ക് തിരിക്കുന്നു. ആകാശത്തിൽ തൂങ്ങിയ പാലങ്ങൾ, സംസാരിക്കുന്ന ഗുഹകൾ, വിചിത്രമായ മായാജാലങ്ങൾ. അവരെ പ്രതീക്ഷിക്കുന്നത് ഒരു വലിപ്പമുള്ള വെല്ലുവിളിയാണ്. പ്രയാണത്തിനിടയിൽ അവർ ഒരു മറിച്ചുതിരിഞ്ഞ വെള്ളച്ചാട്ടം കാണുന്നു. കടന്നുപോകാനായി അവർ അവിശ്വസനീയമായ മിന്നിമീനുകൾ പോലെ തെളിഞ്ഞുവിളങ്ങുന്ന താമരപ്പൂക്കളിൽ ചാടേണ്ടതുണ്ട്. അവർ ഒരു പ്രാചീന ക്ഷേത്രത്തിലേക്ക് കടക്കുന്നു. അവിടെ പ്രതിമകൾ ജീവനോടെ അവരോട് സംസാരിക്കുന്നു. അവർ ഒരു കൊടിയ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതാണ്, അല്ലെങ്കിൽ അവർ ആകത്തൊടുങ്ങിപ്പോകും. അവർ ദുണ്ടുഭിയുടെ ഗുഹ കൈവരിക്കുന്നു. അസുരൻ ഡംറു തിരികെ കൊടുക്കാൻ വിസമ്മതിക്കുന്നു. കാർത്തികേയന്റെ കയ്യിൽ തിളങ്ങുന്ന അസ്ത്രം, നന്ദിയുടെ തകർപ്പൻ ആക്രമണം, ഒരു ശക്തമായ പോരാട്ടം ആരംഭിക്കുന്നു. പോരാട്ടത്തിന് പകരം കാർത്തികേയൻ ദുണ്ടുഭിയെ ചതിയോടെ ഡംറു വായിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഡംറുവിന്റെ ദിവ്യതാളങ്ങൾ ശിവന്റെ ശക്തിയെ ഉണർത്തുന്നു. അസുരൻ തന്റെ തെറ്റ് മനസ്സിലാക്കി കീഴടങ്ങുന്നു. ഭഗവാൻ ശിവൻ ഡംറു തിരിച്ചുപിടിക്കുകയും അതിൽ ഒരു ദിവ്യതാളം മുഴക്കുകയും ചെയ്യുന്നു. അതോടുകൂടി ലോകം സമാധാനത്തിലാകുന്നു. കാട് പൂക്കൾ നിറഞ്ഞ്, ആകാശം തെളിഞ്ഞ്, നദികൾ അനന്തമായ സംഗീതം ആലപിക്കുന്നു. ദുണ്ടുഭി മനസ്സിലാക്കുന്നു, ശക്തി അശാന്തിയിലേക്ക് കൊണ്ടുപോകുന്നതല്ല, എന്നാൽ സമത്വം കൊണ്ടുവരാനാണ്. അവൻ ശിവനെ അഭിവാദ്യം ചെയ്യുന്നു. ലോകം വീണ്ടും സമാധാനത്തോടെ തിളങ്ങുന്നു.